ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി ക്യാൻ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സീരീസ് കാണുന്നതെങ്കിൽ നേരെ നമ്മുടെ ചാനലിൽ പോവുക, SCERT 9ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക, ആദ്യം മുതലുള്ള വീഡിയോസ് കാണുക. നമ്മൾ ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് കാണുക. 8 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിനകത്താണ് SCERT ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണമെന്നും അതിൻ്റെ ആവശ്യകതയൊക്കെ പറയുന്നത്. നിർബന്ധമായിട്ട് അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ ആദ്യമായിട്ട് 9ാം ക്ലാസ്സിലെ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നില്ല, അത് സിലബസിലില്ലാത്തതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിനകത്ത് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു പ്രഭാഷണമാണ്. ഈ ഒരു പ്രഭാഷണത്തിൻ്റെ പേര് ചാപ്റ്ററിൽ പറയുന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ഈ പ്രഭാഷണത്തിൻ്റെ പേര്. ഇംഗ്ലീഷിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയും. രണ്ടുപേരും പഠിച്ചോളുക. വിധിയുമായുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇത് ആരുടെ പ്രഭാഷണമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി പ്രഥമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു പ്രഭാഷണം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ ഒരു സെൻറ്റൻസ് തരുവാണ് പരീക്ഷയ്ക്ക്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ പ്രഭാഷണത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ്. ഇതാരാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ആണ്. ഇതെന്നാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് പുലർച്ചെയാണ്. എന്ന് പറഞ്ഞാൽ എന്നാണ്? 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി പുലർച്ചെയാണ് ഈ ഒരു പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യം അതിനകത്ത് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷമുള്ള ഇന്ത്യനെ നമുക്ക് സ്വതന്ത്ര ഇന്ത്യ എന്ന് വിളിക്കാം. സ്വതന്ത്ര ഇന്ത്യ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയാണ് സ്വതന്ത്ര ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മുടെ പുതിയ ഭരണസമിതി വന്നു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു ഭരണസമിതി വന്നു. ആ സമിതി അന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു. ഇനിയുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്? ജനാധിപത്യ ഭരണക്രമമുള്ള ഒരു ഇന്ത്യ ആയിരിക്കും. അതേപോലെ തന്നെ ക്ഷേമരാഷ്ട്ര നിർമ്മാണം അവിടെ ഉണ്ടാകും. ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്രവും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി അവർ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു. അതായത് നമ്മുടെ ജനാധിപത്യ ഭരണക്രമം ഒരു രാജ്യത്ത് വരണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം, എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായിരിക്കണം. ആ ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിനായിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സമിതി രൂപീകരിച്ചു. അത് ഉണ്ടാക്കാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ ഒരു കമ്മിറ്റിയുടെ പേരാണ് ഭരണഘടന നിർമ്മാണ സഭ. അങ്ങനെ ഒരു സഭ രൂപീകരിച്ചു. അതാണ് ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു സഭയിൽ നമ്മുടെ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൻ്റെ പേരാണ് ലക്ഷ്യപ്രമേയം. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലക്ഷ്യപ്രമേയം, പിന്നീട് ആമുഖമൊക്കെ ആയിട്ട് മാറിയ ലക്ഷ്യപ്രമേയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് നമുക്കൊന്ന് നോക്കാം. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ഓൾറെഡി പറഞ്ഞു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. എവിടെയാണ് അവതരിപ്പിച്ചത്? ഭരണഘടന നിർമ്മാണ സഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. എന്നാണ് അവതരിപ്പിക്കുന്നത്? 1946 ഡിസംബർ മാസം 13-ാം തീയതി. 3 ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ മാസം 13-ാം തീയതി ഭരണഘടന നിർമ്മാണ സഭയിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയമാണ് ലക്ഷ്യപ്രമേയം. അപ്പം ലക്ഷ്യപ്രമേയത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാഠപുസ്തകത്തിൽ അതിലെ പ്രധാനപ്പെട്ട 5 ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാണാതെ പഠിക്കാനല്ല, മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം, ചുവടെ ചേർത്തിരിക്കുന്നതിൽ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അതായത് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയെ പറ്റി പറഞ്ഞു. ആ ഒരു നിർമ്മാണ സഭയുടെ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്? പരമാധികാര റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ ഇന്ത്യനെ തീർക്കും. അതിനു വേണ്ടിയിട്ട് കഠിനപ്രയത്നം ചെയ്യും. ആര്? ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. പിന്നെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണെന്നാണ് പറയുന്നത്? ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ. അതായത് നേരത്തെ ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്നപ്പം അവരുടെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ഈ ഒരു പുതിയ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്.
അതിനൊപ്പം വേറെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറായുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ പുറത്തുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രദേശങ്ങളുണ്ട്, നമ്മുടെ സംസ്ഥാനങ്ങളുണ്ട്. ഇനി ഇന്ത്യക്ക് പുറത്താണ്, പക്ഷേ ഇന്ത്യയെ ചേരാൻ അവർക്ക് താല്പര്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾക്ക് സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. അത് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ എന്താണ്? സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. അതായത് സ്വയം അവർക്ക് കുറച്ച് അധികാരങ്ങൾ, ഭരിക്കാനുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾക്ക് എന്തുണ്ടാകും? സ്വയംഭരണ അധികാരം ഉണ്ടായിരിക്കും. സ്വയംഭരണ അധികാരം. എല്ലാ കാര്യങ്ങൾക്കും സ്വയംഭരണ അധികാരമില്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അവർ സ്വയംഭരണ യൂണിറ്റുകളാണ്, പക്ഷേ കേന്ദ്രത്തിന്റെ ചുമതല കേന്ദ്രം തന്നെ ചെയ്യും. കേന്ദ്രത്തിൻ്റെതല്ലാതെയുള്ള ചുമതലകളെല്ലാം ആർക്കായിരിക്കും? ഈ സ്വയംഭരണ യൂണിറ്റുകളാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അടുത്ത എന്താണ് പറയുന്നത്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്. അതായത് പുതിയ ഇന്ത്യയുടെ അധികാരി ആരാണ്? ഇന്ത്യയിലെ ജനങ്ങളാണ്. പുതിയ ഇന്ത്യയിലെ അധികാരിയാണ് ജനങ്ങളാണ്. ജനങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എന്നാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്ത എന്താണ്? ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വം, അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനാ പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെ നൽകും എന്നാണ് പറയുന്നത്? നമുക്ക് നീതി നൽകും, സമത്വം നൽകും, പദവിയിൽ സമത്വം നൽകും, അവസരത്തിൽ സമത്വം നൽകും. ഇതൊക്കെ നമുക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പം പഠിക്കാവേ. സമത്വം നൽകും, കൂടാതെ നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങൾ നൽകും എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 പോയിന്റുകളും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖമാണ്. നമ്മുടെ ഭരണഘടനയുടെ സിലബസ് എടുത്താൽ, ഏത് എക്സാമിൻ്റെ സിലബസ് എടുത്താലും അതിനകത്തെ ഒരു ടോപ്പിക്കാണ് ആമുഖം. ഈ ഒരു ആമുഖത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നും വിട്ട് കളയരുത്. ആമുഖം നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അത് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ നെഹ്റു അവതരിപ്പിച്ച പ്രമേയം ഏതായിരുന്നു? അത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം. അതിലെ ആശയങ്ങളെല്ലാം കൂടി എടുത്ത് പിന്നീട് എന്തായി മാറി? ഭരണഘടനയുടെ ആമുഖമായി മാറി. അതായത് നമ്മുടെ ഭരണഘടന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തുറന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആദ്യത്തെ പേജ് എന്താണ്? നമ്മുടെ ആമുഖമാണ്. ഈ ഒരു ആമുഖം വായിച്ചാൽ ഒരു പേജാണ്, ഒറ്റ പേജിലുള്ള ഒരു കാര്യമാണ്. ആ ഒരു ആമുഖം വായിച്ചാൽ നമ്മുടെ ഭരണഘടന എന്താണ്, ഇതിനകത്ത് മൊത്തത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. അതാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പം പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പഠിച്ചു. ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആരംഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ തന്നിരിക്കുന്നത്, നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യ എന്നാൽ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കുക ഓർഡറിൽ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പരമാധികാര സ്ഥിതിസമത്വ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഓർക്കുക, ഈ പറയുന്ന 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവമാണ്. ഭരണഘടനയുടെ സ്വഭാവമാണ്. 5 എണ്ണമാണ് ഉള്ളത്. ആദ്യത്തത് പരമാധികാരം അല്ലെങ്കിൽ സോവറൈൻ. രണ്ടാമത്തത് സ്ഥിതിസമത്വം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്. മൂന്നാമത്തത് മതേതരം അല്ലെങ്കിൽ സെക്യുലാർ. 4 ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്. 5 റിപ്പബ്ലിക്. ഇംഗ്ലീഷിലും മലയാളത്തിലും റിപ്പബ്ലിക് എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വഭാവം ആമുഖപ്രകാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓർഡറിൽ തന്നെ പറയണം. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. 5 സ്വഭാവമാണുള്ളത്. ഇംഗ്ലീഷിലും പഠിച്ചിരിക്കണേ. പരീക്ഷയിൽ എപ്പോഴും മലയാളത്തിലാണ് എഴുതുന്നത്, പക്ഷേ സോഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് തരാറുള്ളത്. അപ്പോൾ അങ്ങനെ അതും കൂടെ പഠിച്ചു വെക്കുക. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ അടുത്ത ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യമാണ്. ആദ്യം പറഞ്ഞത് 5
അഞ്ചെണ്ണം പറഞ്ഞത് എന്തായിരുന്നു? സ്വഭാവമാണ്, ഭരണഘടനയുടെ സ്വഭാവമാണ് 5 അതിനുശേഷം ലക്ഷ്യം 4 4 ലക്ഷ്യം, ഭരണഘടനയുടെ 4 ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം. ഇതെല്ലാം കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. 4 സ്വഭാവമാണ് പറയുന്നത്. 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം. അതിൽ തന്നെ നീതി 3 ഉണ്ട്. നീതി 3 ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിക്കേ? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. 3 നീതിയുണ്ട്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇനി സ്വാതന്ത്ര്യം, 5 തരം സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ചിന്താ സ്വാതന്ത്ര്യം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, മതനിഷ്ഠയ്ക്കുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 5 സ്വാതന്ത്ര്യം. ചിന്തയ്ക്കുള്ള സ്വാതന്ത്ര്യം, ആശയം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, മതനിഷ്ഠയ്ക്കുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇനി സമത്വം, 2 തരം സമത്വം പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം 5, നീതി 3, സമത്വം 2. പദവിയിൽ സമത്വം, അവസരത്തിലും സമത്വം. പദവിയിൽ സമത്വം, അവസരത്തിലും സമത്വം. പിന്നെ അടുത്ത ലക്ഷ്യം സാഹോദര്യം. അങ്ങനെ നമ്മുടെ 4 ലക്ഷ്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ഭരണഘടനയുടെ ആമുഖപ്രകാരം ഇന്ത്യയുടെ ഭരണഘടനയുടെ ലക്ഷ്യം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി എത്ര തരം? 3 തരം. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. സ്വാതന്ത്ര്യം എത്ര തരം? 5 തരം. ചിന്ത, ആശയപ്രകടനം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന. സമത്വം 2 തരം. പദവി സമത്വം, അവസര സമത്വം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു തീയതി പറയുന്നുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ മാസം 26 1946 നവംബർ മാസം 26 അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു തീയതി ഏതാണ്? 1949 നവംബർ മാസം 26 ഈ തീയതി എന്താണ്? നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അംഗീകരിച്ച ദിവസം എന്നാണ് 1949 നവംബർ 26. നിലവിൽ വന്ന ദിവസമല്ല, അംഗീകരിച്ച ദിവസമാണ്. ശ്രദ്ധിച്ചിരിക്കുക. 1949 നവംബർ മാസം 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഒരു ഭരണഘടനയെ അംഗീകരിച്ചത്. അപ്പോൾ ആ ഒരു ഡേറ്റ് ആമുഖത്തിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഈ ഭരണഘടന ആർക്കാണ് നൽകിയിരിക്കുന്നത്? നമുക്ക് തന്നെ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെയാണ് ഈ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ് ഈ ഭരണഘടന എന്നും ഈ ഒരു ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ഈ സ്വഭാവം എഴുതിയപ്പം 2 മാത്രം ചുമല കളറിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി ഒരു ഭരണഘടന തയ്യാറാക്കിയെടുത്തു. പക്ഷെ ആ ഒരു തയ്യാറാക്കിയെടുത്ത സമയത്ത് ഈ 2 സാധനങ്ങൾ ഇല്ലായിരുന്നു. ഈ 2 സാധനങ്ങൾ ഭരണഘടനയിൽ ഇല്ലായിരുന്നു. പിന്നീട് കൂടിച്ചേർത്തതാണ്. ആദ്യത്തെ ഭരണഘടനയിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു. പിന്നീട് തിരുത്തിയാണ് സ്ഥിതി സമത്വം, മതേതരത്വം. പിന്നെ അതുകൂടാതെ വേറൊരു വാക്കുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അഖണ്ഡത എന്ന് പറയുന്നത്. അഖണ്ഡത. അങ്ങനെ 3 വാക്കുകൾ ആദ്യം ഇല്ലായിരുന്നു, പിന്നെ വന്നതായിരുന്നു. ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരം, അഖണ്ഡത. സ്ഥിതി സമത്വം, മതേതരം, പിന്നെ നമ്മുടെ അഖണ്ഡത. ഇങ്ങനെ 3 വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഭരണഘടനയിൽ ഒരു സാധനം കൂട്ടിച്ചേർക്കണമെങ്കിലും തിരുത്തണമെങ്കിലും ഒക്കെ എന്ത് വേണം? ഭരണഘടനാ ഭേദഗതി വേണം. ഒരു ഭേദഗതിയിലൂടെ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച ഭരണഘടനയ്ക്കകത്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ഭേദഗതി നടന്നിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. 1976 42ാമത്തെ ഭേദഗതി. 1976 42ാം ഭേദഗതി. ആമുഖത്തിൽ തിരുത്തൽ വരുത്തിയ, ഒറ്റത്തവണയെ തിരുത്തൽ വരുത്തിയിട്ടുള്ളൂ. ആ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. ഇമ്പോർട്ടൻ്റ് ഭേദഗതിയാണ്. അതിൻ്റെ വർഷം എന്നാണ്? 1976 വർഷം. പിന്നെ അതിനകത്തെ ഈ ഒരു ഭേദഗതിക്കകത്ത് ഏത് വകുപ്പ് പ്രകാരമാണ് ഈ വാക്കുകൾ ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ വകുപ്പ് 2, 2ാം വകുപ്പ് പ്രകാരമാണ്. 42ാം ഭേദഗതിയിലെ 2ാമത്തെ വകുപ്പ് പ്രകാരം 42ാമത്തെ ഭേദഗതി പ്രകാരം 2ാമത്തെ വകുപ്പ് പ്രകാരം 1976
ഭരണഘടന ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതാണ്? സ്ഥിതി സമത്വം, മതേതരം, അഖണ്ഡത. ഇതൊക്കെ പഠിച്ചോണേ. 42ാമത്തെ ഭേദഗതിയാണ്. 1976 രണ്ടാമത്തെ വകുപ്പാണ്. ഈ ഒരു ഭേദഗതി എന്നാണ് നിലവിൽ വന്നതെന്നും ഇവിടെ പറയുന്നുണ്ട്. എന്നാണ്? 1977 ജാനുവരി മാസം 3-ാം തീയതിയാണ്. 1977 ജാനുവരി 3-നാണ് ഈ ഒരു തിരുത്തൽ പ്രാബല്യത്തിൽ വന്നത്. അത്രയും കാര്യം ഈ ഒരു ഭാഗത്തുനിന്ന് പഠിക്കാനായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ്. ആമുഖം നമ്മൾ ഇനി പുറത്തുനിന്ന് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചെന്ന് പറഞ്ഞു. അതൊരു മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കുന്നത്. എന്നാണ് രൂപീകരിക്കുന്നത്? 1946 ഡിസംബർ മാസം 6-ാം തീയതി. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് യോഗം ചേരുന്നത് എന്നാണ്? 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 6-ന് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭ ആരുടെ നിർദ്ദേശപ്രകാരം? ക്യാബിനറ്റ് മിഷന്റെ. എന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? 1946 ഡിസംബർ 9-ആണ്. ഡിസംബർ 9-ൽ തുടങ്ങി 2 വർഷവും 11 മാസവും 17 ദിവസവും 2 വർഷം 11 മാസം 17 ദിവസം എടുത്താണ് ഈ ഒരു ഭരണഘടന രൂപീകരിക്കുന്നത്. നമ്മുടെ ഇപ്പം കാണുന്ന ഭരണഘടന ഉണ്ടാക്കിയെടുത്തത് 2 വർഷം 11 മാസം 17 ദിവസം എടുത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷം 11 മാസം 17 ദിവസം. അങ്ങനെ 1949 നവംബർ 26-ന് അംഗീകരിച്ചു. നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് തന്നെ. എന്താണ് പറയുന്നത്? 1949 നവംബർ മാസം 26-ന് അംഗീകരിച്ചു ഭരണഘടന. അന്നത്തെ ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയിൽ അന്ന് നിലവിൽ വന്ന ഭരണഘടനയിൽ എത്ര ഭാഗം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 22 ഭാഗം അല്ലെങ്കിൽ പാർട്ട് ഉണ്ടായിരുന്നു. ഇനി എത്ര വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ, ഇതെല്ലാം സെയിം ആണ്. വകുപ്പ്, അനുച്ഛേദം, ആർട്ടിക്കിളൊക്കെ സെയിം ആണ്. എത്ര അനുച്ഛേദം അന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 395 വകുപ്പുകൾ അന്നുണ്ടായിരുന്നു. ഇപ്പം മാറ്റമുണ്ടേ. അന്നത്തെ കാര്യമാണ് പറയുന്നത്. 22 ഭാഗം ഉണ്ടായിരുന്നു, 395 വകുപ്പുണ്ടായിരുന്നു. പട്ടികകൾ, ടേബിള്, ഷെഡ്യൂള് എന്നൊക്കെ പറഞ്ഞാൽ പട്ടിക, ടേബിള്, ഷെഡ്യൂളൊക്കെ 8 എണ്ണം ഉണ്ടായിരുന്നു. 8 ഷെഡ്യൂളും ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. 22 ഭാഗം ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 8 പട്ടികയും ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത് 49 നവംബർ 26-നാണ്. പക്ഷെ നിലവിൽ വന്നത് 1950 ജാനുവരി 26-നാണ്. എല്ലാവർക്കും മാറിപ്പോണ 2 ഡേറ്റുകളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡേറ്റുകളാണ്. ഏത് പരീക്ഷ എടുത്താലും വരുന്നതാണ്. പഠിച്ചു വെക്കുക. അംഗീകരിച്ച ഡേറ്റ് 1950 ജാനുവരി, അംഗീകരിച്ചത് 1949 നവംബർ 26, നിലവിൽ വന്നത് 1950 ജാനുവരി 26-ന്. അന്ന് വന്ന ഭരണഘടന തന്നെ ഭേദഗതി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വന്നു. അതായത് ഭേദഗതികൾ ചെയ്ത് ഇപ്പോഴും തുടരുന്നത് പണ്ടത്തെ ഭരണഘടന തന്നെയാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എഴുതിയ ഭരണഘടനകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വാക്കുകളുണ്ട്. ആ വാക്ക് അത് ഓർത്ത് വെച്ചോളുക. 1.5 ലക്ഷത്തോളം 1.5 ലാക്ക് വാക്കുകൾ അടങ്ങിയ വിപുലമായിട്ടുള്ള ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ പ്രത്യേകത പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്ററി ജനാധിപത്യം, അതായത് ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗവൺമെന്റിനെ 3 ആയിട്ട് തിരിക്കാം. ഒന്ന് നിയമ നിർമ്മാണ വിഭാഗം, 3 വിഭാഗമായിട്ട് തിരിക്കാം. ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ 3 വിഭാഗമായിട്ട് തിരിക്കാം. നിയമനിർമ്മാണ വിഭാഗം, നിയമം നിർമ്മിക്കാനായിട്ട് നിയമനിർമ്മാണ വിഭാഗം. പിന്നെ രണ്ടാമത് കാര്യനിർവഹണ വിഭാഗം. പിന്നെ മൂന്നാമത് നീതിന്യായ വിഭാഗം. ഇത് നമുക്ക് വേറെ ഭാഗത്ത് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്.
ജനാധിപത്യ രാജ്യത്തിലെ ഗവൺമെന്റിനെ മൂന്നായിട്ട് തിരിക്കാം: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പം പാർലമെന്ററി ജനാധിപത്യം എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യനിർവഹണ വിഭാഗം, അതിൽ കുറേ ആളുകളുണ്ട്. അത് എവിടെ നിന്നുള്ളവരായിരിക്കും? ഈ നിയമനിർമ്മാണ സഭയിലുള്ളവർ തന്നെ ആയിരിക്കും എവിടെ ഉണ്ടാകുക? കാര്യനിർവഹണ വിഭാഗത്തിൽ ഉണ്ടാകുക. പിന്നെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കും. ഈ രണ്ടാമത്തെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഒന്നാമത്തെ നിയമനിർമ്മാണ വിഭാഗമായിരിക്കും. അത്രയേ ഉള്ളൂ പോയിന്റ്. എന്താണ് പറയുന്നത്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും, നിയമനിർമ്മാണ വിഭാഗത്തിലെ ആളുകളായിരിക്കും. അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. ദൃഢവും അയവുള്ളതായ ഘടനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില രാജ്യങ്ങളുടെ ഭരണഘടന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ദൃഢമായിരിക്കും. അതായത് ഭരണഘടന എഴുതി ഉണ്ടാക്കി അതിൽ തിരുത്താനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ഇപ്പം ഭരണഘടന തിരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഭരണഘടന അങ്ങനെ തിരുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭരണഘടനയെ നമുക്ക് ദൃഢമായിട്ടുള്ള ഭരണഘടന എന്ന് പറയാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭരണഘടനയെ അയവുള്ള ഭരണഘടന എന്ന് പറയാം. അങ്ങനെ അയവുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്, ദൃഢമായിട്ടുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ദൃഢമാണോ എന്ന് ചോദിച്ചാൽ ദൃഢവുമല്ല, അയവുള്ളതാണെന്ന് ചോദിച്ചാൽ അയവുള്ളതുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അതായത് ദൃഢവും അയവുള്ളതുമാണ്. ദൃഢവും അയമുള്ളതുമാണ്. സ്റ്റേറ്റ്മെൻറ്റ് തരുവാണ് ഇന്ത്യൻ ഭരണഘടന ദൃഢമാണ് എന്ന് തന്നാൽ തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന അയവുള്ളതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇങ്ങനെ തന്നെ തരണം. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമാണ്. രണ്ടും വരണം. ദൃഢവും അയവുള്ളതുമാണ്. തെറ്റിക്കരുതേ. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതും. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ തെറ്റാണ്. രണ്ടും പറയണം. ഇന്ത്യൻ ഭരണഘടന ദൃഢവും അയവുള്ളതുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞു. ചിലത് നമുക്ക് ഈസി ആയിട്ട് ഭേദഗതി ചെയ്യാൻ പറ്റും. പക്ഷെ ചിലത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ചിലത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് രീതിയിലുള്ള ഭേദഗതികൾ നമ്മുടെ ഭരണഘടനയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയെ എന്ത് പറയുന്നത്? ദൃഢമായതും അയവുള്ളതുമായുള്ള ഭരണഘടനയായിട്ട് പറയുന്നത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റു ചില സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാൻ ചിലത് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ഭരണഘടന നമുക്ക് കുറച്ച് മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റാത്ത അവകാശങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് എന്തിലും അഭിപ്രായം പറയാം. അഭിപ്രായം പറയുന്നതിന് നമ്മളെ ആർക്കെങ്കിലും തടയാനായിട്ട് പറ്റുമോ? അങ്ങനെ നമുക്ക് കുറേ അവകാശങ്ങളുണ്ട്. ആ ഒരു അവകാശങ്ങൾ നമ്മളെ നിഷേധിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് കുറേ അവകാശങ്ങൾ തരുമ്പം നമ്മൾ രാജ്യത്തോട് പല കർത്തവ്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഭരണഘടനയിൽ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ പതാകേനെയും ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് മൗലിക കർത്തവ്യങ്ങൾ. ഇത് രണ്ടും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. മൗലിക കർത്തവ്യങ്ങളെ മൗലിക കടമകൾ എന്നും പറയാം. നമ്മുടെ കുറച്ച് കടമകളാണ് മൗലിക കടമകൾ. ഓക്കെ, അടുത്ത പ്രത്യേകത മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇത് ജനങ്ങളോട് പറയുന്നതല്ല, നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നമ്മുടെ രാഷ്ട്രം ക്ഷേമരാഷ്ട്ര സങ്കല്പമായിട്ട് നമുക്ക് ക്ഷേമരാഷ്ട്രം, നമ്മുടെ രാഷ്ട്രം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റിന് അല്ലെ രാഷ്ട്രത്തിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്, ഭരണഘടന പ്രകാരം നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ദ്വിമണ്ഡല സഭയാണ്. നമ്മുടെ പാർലമെന്റ് എങ്ങനെയാണ്? ദ്വിമണ്ഡല സഭയാണ്. നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. പാർലമെന്റ് എങ്ങനെയായിരിക്കും? ദ്വിമണ്ഡലം. രണ്ട് സഭകൾ ഉണ്ടാകും. രണ്ട് സഭകൾ, ഒന്ന് ലോകസഭ, രണ്ട് രാജ്യസഭ. നമ്മുടെ പാർലമെന്റ് രണ്ട് സഭകളായിരിക്കും, ലോകസഭ, രാജ്യസഭ. ലോകസഭയെ നമുക്ക് എന്ത് വിളിക്കാം? അധോസഭ. അപ്പോൾ നമുക്ക് അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഇലക്ഷനിൽ നേരിട്ട് നമ്മൾ വോട്ട് ചെയ്തെടുക്കുന്ന എവിടുത്തെ ആളുകളെയാണ്? ലോകസഭയിലോട്ടുള്ള ആളുകളാണ്. നമ്മുടെ എംപിമാരെ എലക്ട് ചെയ്യുന്നത് ലോകസഭയിലോട്ടാണ്. അപ്പം നമ്മൾ വോട്ട് ചെയ്ത് വരുന്നവർ കാരണം നമ്മുടെ ഗതി എങ്ങനെയാണ്? അധോഗതിയാണ്. നമ്മളെ വോട്ട് ചെയ്ത്
നമ്മുടെ ഗതി എന്താണ്? അധോഗതിയാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാമെങ്കിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ലോകസഭ എന്താണ്? അധോസഭ എന്നറിയപ്പെടും. രാജ്യസഭ എന്താണ്? ഉപരിസഭ എന്നറിയപ്പെടും. ലോകസഭ എന്താണ്? അധോസഭ. രാജ്യസഭ എന്താണ്? ഉപരിസഭ. അപ്പം ലോകസഭ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ്. ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സഭ ലോകസഭയാണ്. അത് അധോസഭയാണ്. ഇനി ഉപരിസഭ അല്ലെങ്കിൽ രാജ്യസഭ പ്രതിനിധാനം ചെയ്യുന്നത് സംസ്ഥാനങ്ങളെയാണ്. സംസ്ഥാനങ്ങളുടെ സഭ ഏതാണ്? ഉപരിസഭയായ രാജ്യസഭയാണ്. പക്ഷെ ജനങ്ങളുടെ സഭ ഏതാണ്? അധോസഭയായ ലോകസഭയാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇനി അടുത്തത് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അധികാരം 2 തലങ്ങളായിട്ട് വിഭജിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജ്യം എടുത്താൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, അവർക്ക് കുറേ അധികാരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങൾ, ഇപ്പം നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരളയ്ക്ക് എന്തുകൊണ്ട്? കേരളത്തിനൊരു ഗവൺമെൻറ് ഉണ്ട്, അതിനും അധികാരങ്ങളുണ്ട്. അങ്ങനെ അധികാരം 2ആയിട്ട് വേർതിരിച്ച് സംസ്ഥാനങ്ങൾക്കും മൊത്തത്തിൽ കേന്ദ്രത്തിനും ഗവൺമെൻറ് ഈ പറയുന്ന അധികാരങ്ങൾ നൽകുന്നതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഫെഡറലിസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനുമുണ്ട്, സംസ്ഥാനത്തിനുമുണ്ട്. പക്ഷേ കൂടുതൽ അധികാരം ആർക്കായിരിക്കും? കേന്ദ്രത്തിനായിരിക്കും. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാകും. പക്ഷേ ചില അധികാരങ്ങൾ ആർക്കും കിട്ടും? സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിക്കും. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായി വേർതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. എങ്കിലും അധികാരം 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അപ്പം നമ്മൾ പറഞ്ഞു മൂന്ന് വിഭാഗമുണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പോൾ ഈ ഒരു നീതിന്യായ വിഭാഗത്തിലോട്ട് ഇവരുടെ 2 പേരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകില്ല ഒരു രീതിയിലും നീതി നിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാനായിട്ട്. നീതി നിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയാണ്. കോടതിയെ ഗവൺമെൻറ്റിന് സ്വാധീനിക്കാൻ പറ്റുമോ? ഇല്ല. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മുടെ പ്രത്യേകതയാണ്. നിയമനിർമ്മാണ, കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. അടുത്തെന്താണ്? സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതായത് ഭരണഘടനയെ തന്നെ കുറച്ച് സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനെ പറ്റി ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഭാഗമായിട്ട് കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത്. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത്രയാണ് നമ്മുടെ ഒരു ഭരണഘടനയുടെ പ്രത്യേകതയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഫെഡറലിസം എന്താണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കുന്ന ഭരണ സംവിധാനം ഫെഡറലിസം എന്നറിയപ്പെടും. അധികാരം 2ആയിട്ട് വിഭജിക്കും. ഏതൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസം എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫെഡറൽ രാജ്യം അല്ലെങ്കിൽ ഈ ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത, അവിടെ ഒരു എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടനയുണ്ടാകും, അധികാര വിഭജനമുണ്ടാകും, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു സംശയം തോന്നാം, നമ്മുടെ ഒരു ഫെഡറൽ രാഷ്ട്രമാണല്ലോ, പിന്നെ നമുക്ക് ദൃഢമായിട്ടുള്ള ഭരണഘടനയല്ലല്ലോ, നമുക്ക് ദൃഢവും അയവുമായ ഒരു കോമ്പിനേഷൻ അല്ലേ. നമ്മുടെ പൂർണ്ണമായിട്ടും ഫെഡറൽ രാഷ്ട്രം അല്ലല്ലോ, നമുക്ക് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറൽ രാഷ്ട്രമാണ്. നമ്മുടെ ക്വാസി ഫെഡറൽ എന്ന് പറയും, അർത്ഥ ഫെഡറലാണ്. അതുകൊണ്ട് നമുക്ക് ദൃഢമായിട്ടുള്ള ഭരണഘടനയൊന്നുമില്ല, എങ്കിലും ദൃഢമായതും അഴവുള്ളതുമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. ഫെഡറൽ രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന ഉണ്ടാകും, അധികാരം വിഭജിച്ചിരിക്കും, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയുണ്ടാകും. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം ഉണ്ടായിരിക്കും, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 1. 22 ഭാഗം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പം 25 ഭാഗം ഉണ്ടേ. ഇപ്പം 25 ഭാഗമുണ്ട്. പിന്നീട് 3 ഭാഗം കൂടെ കൂട്ടിച്ചേർത്തു ഉണ്ടാക്കിയപ്പോൾ 22 ഭാഗമുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം എന്താണ്? കാണാതെ പഠിച്ചോ. ഇന്ത്യയുടെ ആദ്യത്തെ ഭാഗം 1 യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. ഭാഗം 1 യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. എന്നിട്ട് അതിനകത്തെ ആദ്യത്തെ ആർട്ടിക്കിൾ
വകുപ്പ് 1 അനുച്ഛേദം 1 തന്നിരിക്കുന്നത്. എന്താണ്? യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. ആർട്ടിക്കിൾ 1 യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. അതും പഠിക്കണേ. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് അനുച്ഛേദം 1 പറയുന്നത്. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കും. അപ്പം ഓരോ സംസ്ഥാനവും അതിൻ്റെ ഭൂപ്രദേശത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പട്ടിക ഏതാണ്? 8 പട്ടിക ഉണ്ടായിരുന്നല്ലോ. 8 പട്ടിക, ഇപ്പം 12 പട്ടികയുണ്ടേ. നിലവിൽ വന്നപ്പോൾ 8 പട്ടികയായിരുന്നു. അതിലെ 1-ാമത്തെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളുമാണ് 1-ാമത്തെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 കാര്യം പഠിച്ചു. ഭാഗം 1 എന്താണ്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ്. ആർട്ടിക്കിൾ 1 എന്താണ്? യൂണിയൻ്റെ പേരും ഭൂപ്രദേശവുമാണ്. പട്ടിക 1 എന്താണ്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശവുമാണ്. ഇനി നമ്മുടെ ഭാരതത്തിൻ്റെ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം ഉണ്ടാകും അതിനകത്ത്. പിന്നെ 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങൾ, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭാഗങ്ങളുണ്ടാകും. പിന്നെ ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരിക്കും. അതായത് പിന്നീട് നമ്മൾ ഏതെങ്കിലും രാജ്യത്തെയൊക്കെ ഇപ്പോൾ യുദ്ധത്തിലൂടെയൊക്കെ കീഴടക്കിയ ആ പ്രദേശവും ഇന്ത്യൻ യൂണിയൻ്റെ കീഴടക്കി നമ്മൾ അത്ര അങ്ങോട്ട് അതിക്രമിച്ച് കടന്ന് നമ്മൾ ആ ഭാഗങ്ങൾ എടുത്താൽ ആ ഭാഗങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ടൊരു പോയിന്റ് ഉണ്ട്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് എവിടെയും പരാമർശിക്കുന്നില്ല. ഭരണഘടനയിൽ ഒരു സ്ഥലത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അതുകൂടെ ഓർത്ത് വെച്ചോണേ. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്നുള്ളൊരു പറച്ചിലുണ്ടെങ്കിലും ഭരണഘടനയിൽ ഒരിക്കലും ഫെഡറൽ രാഷ്ട്രമാണെന്നോ ക്വാസി ഫെഡറൽ ആണെന്നോ ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആകെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം അത് പ്രകാരം എന്താണ് പറയുന്നത്? ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫെഡറൽ രാഷ്ട്രമാണെന്നോ ക്വാസി ഫെഡറൽ രാഷ്ട്രമാണെന്നോ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. അടുത്തായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായിട്ട് ഒരു പൊതു ഭരണഘടന. നമ്മുടെ ഭരണഘടനയെ പറ്റി നമ്മൾ ഈ പഠിക്കുന്ന ഭരണഘടന ഒരു ഭരണഘടനയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന് മൊത്തമായിട്ട് സംസ്ഥാനങ്ങൾക്കും എല്ലാം ആയിട്ട് ഒറ്റ ഭരണഘടനയുള്ളൂ. സെപ്പറേറ്റ് രാജ്യത്തിനൊരു ഭരണഘടന, സംസ്ഥാനങ്ങൾക്ക് വേറെ ഒരു ഭരണഘടന, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പൊതുവായൊരു ഭരണഘടനയാണുള്ളത്. ഭരണഘടനയുടെ പരമാധികാരം, ഏറ്റവും കൂടുതൽ അധികാരം നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്തനുസരിച്ചായിരിക്കും? ഭരണഘടന അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഭരണഘടനയുടെ പരമാധികാരം ഏക പൗരത്വം, ഒറ്റ പൗരത്വം ഉണ്ടായിരിക്കുള്ളൂ. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒറ്റ പൗരത്വം, ഇന്ത്യൻ പൗരനായിരിക്കും. ഇനി കേരള പൗരൻ, തമിഴ്നാട് പൗരൻ അങ്ങനെയുണ്ടോ? ഇല്ല. ഏക പൗരത്വമാണ് നമ്മുടെ പ്രത്യേകത. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. നമ്മൾ പറഞ്ഞു ചില കാര്യത്തിന് കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്നുണ്ട്. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയ്ക്കയിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല. അത് ആർക്കേ കഴിയുള്ളൂ? കേന്ദ്രത്തിനേ കഴിയുള്ളൂ. പിന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഓൾറെഡി പറഞ്ഞതാണ്. 2 സഭ ഏതൊക്കെയാണ്? രാജ്യസഭയും ലോകസഭയും. ഇനി അധികാരങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചിരിക്കും. കൂടുതൽ അധികാരം ആർക്കായിരിക്കും? കേന്ദ്ര സർക്കാരിനായിരിക്കും. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളിലും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അത് ഓൾറെഡി പറഞ്ഞതാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഓൾറെഡി പറഞ്ഞതാണ്. മറ്റ് 2 വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ കോടതി സംവിധാനം. പിന്നെ അർദ്ധ ഫെഡറൽ സംവിധാനം. നമ്മുടെ ഫെഡറൽ രാഷ്ട്രമല്ലെന്ന് പറഞ്ഞു. ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ അർദ്ധ ഫെഡറൽ സംവിധാനമാണ് നമുക്ക് നിലവിലുള്ളത്. ഇത്രയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷത അല്ലാത്തതേത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ട്. അത് ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് അവകാശമുള്ളത് ഏതിനൊക്കെയാണ്, സംസ്ഥാന സർക്കാരിന് അവകാശമുള്ളത് ഏതിനൊക്കെയാണ്. അങ്ങനെ ആ അധികാര വിഭജനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പട്ടികയിലാണ്. അത് 7-ാം പട്ടികയാണ്. ഇമ്പോർട്ടൻ്റ്. അധികാര വിഭജനമായിട്ട് ഈ അടുത്ത ദിവസത്തെ പരീക്ഷയിൽ പോലീസിനോ ഫയർഫോഴ്സിനോ ഏതാണ്ടാണ് 7-ാം പട്ടിക. അധികാര വിഭജനമായിട്ട് ബന്ധപ്പെട്ട പട്ടിക ഏതാണ്? 7-ാം പട്ടികയാണ്. അധികാര വിഭജനമായിട്ട് ബന്ധപ്പെട്ട പട്ടികയാണ് 7-ാം പട്ടിക. അപ്പോൾ ആ പട്ടികയിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 ലിസ്റ്റായിട്ടാണ് അത് പറയുന്നത്. 1 യൂണിയൻ ലിസ്റ്റ്, 2 സംസ്ഥാന ലിസ്റ്റ്, 3 സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ്. അങ്ങനെ 3 ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ
യൂണിയൻ ലിസ്റ്റിൻ്റെ പ്രത്യേകത, ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അതിനകത്ത് 97 വിഷയങ്ങളുണ്ടായിരുന്നു. ആ 97 വിഷയങ്ങളിലും നിയമം നിർമ്മിക്കാൻ ആർക്കേ അധികാരമുള്ളൂ? കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റുമോ? അതിൽ ഇല്ല. അതാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയണം. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇതല്ലാതെ മറ്റു വിഷയങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ SCERT തന്നിരിക്കുന്ന ഇതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വിദേശകാര്യം, അപ്പം നമ്മൾ വിദേശത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്ലെയിനിലാണ് പോകണേ. ഏത് പ്ലെയിനിലാണ് പോകണേ? എയർ ഇന്ത്യ. അപ്പം ഇന്ത്യ ഗവൺമെൻറ്റും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആരാ? ഇന്ത്യൻ ആർമീനെയാണ്. അപ്പോൾ ഇന്ത്യക്കാണ് പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടത്, യൂണിയൻ ലിസ്റ്റിൽ തന്നെ വരും. റെയിൽവേ, കേരള റെയിൽവേ എന്നാണോ വരുന്നത്? അല്ല, ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ, അപ്പോൾ അതും ഇന്ത്യയാണ്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ബാങ്ക് ഏതാണ്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ SBI ബാങ്കിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? യൂണിയൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നു. പൗരത്വം, നമ്മുടെ പൗരത്വം എന്താണ്? ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഇനി അടുത്തത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തുടക്കത്തിൽ 66 വിഷയങ്ങളുണ്ടായിരുന്നു. ഈ 66 വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമാർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? കൃഷി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തല്ല നമ്മൾ കൃഷി ചെയ്യുക. ജയിലുകൾ സംസ്ഥാനത്ത് തന്നെയല്ലേ. പോലീസ്, കേരള പോലീസ് അല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയല്ലേ. അപ്പോൾ ഇത്രയും കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണമൊക്കെ ഏത് ലിസ്റ്റിൽ വരുന്നു? കൺകറന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ്. ഇനി സമവർത്തി ലിസ്റ്റ്, മൂന്നാമത്തെ ലിസ്റ്റ് എന്താണ്? സമവർത്തി ലിസ്റ്റാണ്. സമവർത്തി ലിസ്റ്റിൽ നമ്മുടെ ഇപ്പം കേന്ദ്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ രണ്ടിലും ഇനി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ പറ്റുന്നത്, കേന്ദ്രത്തിനും അധികാരമുണ്ട്, സംസ്ഥാനത്തിനും അധികാരമുണ്ട്. അങ്ങനെയുള്ളതിനെ നമുക്ക് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളുണ്ടായിരുന്നു. അത് പഠിക്കണം കേട്ടോ, കൃത്യ പഠിക്കണം. എത്രയൊക്കെയായിരുന്നു? 97. യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. 66 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. 47 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഭരണഘടന വരുന്ന സമയത്താണ്. ഏതൊക്കെയാണ് ഈ 47 വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരം ആർക്കൊക്കെയാണ്? സംസ്ഥാന സർക്കാരിനുമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. അപ്പം നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാതെയുള്ള ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെ വരും? അവശിഷ്ട അധികാരങ്ങൾ എന്നതിൽ വരും. അവശേഷിക്കുന്ന അധികാരങ്ങൾ, അവശിഷ്ട അധികാരങ്ങൾ, റെസിജ്വൽ പവർ എന്ന് പറയുന്നത്. ഇനി ഈ 3-നകത്ത് ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതേതി വരും? അവശേഷിക്കുന്ന അധികാരങ്ങളിൽ വരും. ഈ അവശേഷിക്കുന്ന അധികാരങ്ങളിൽ വരുന്നതിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആരൊക്കെയായിരിക്കും? കേന്ദ്ര സർക്കാരിനായിരിക്കും. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിലും അവശേഷിക്കുന്ന അധികാരങ്ങളിലും നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമം നിർമ്മിക്കാൻ സംസ്ഥാനത്തിനായിരിക്കും. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും സാധിക്കും. അവശേഷിക്കുന്ന അധികാരങ്ങൾ, മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ നിയമനിർമ്മാണ അധികാരം ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. ഒരെണ്ണയുള്ള അങ്ങനെ അവശേഷിക്കുന്ന അധികാരത്തിൽ. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. സൈബർ നിയമങ്ങൾ എന്തിലാണ് വരുന്നത്? അവശിഷ്ട അധികാരത്തിലാണ് വരുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിലാണ് വരുന്നത്. അപ്പോൾ 3 ലിസ്റ്റുകൾ പഠിക്കുക. തുടക്കത്തിൽ അതിനകത്ത് എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നെന്ന് പഠിക്കുക. പിന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഉദാഹരണങ്ങളൂടെ പഠിക്കുക. അവശിഷ്ട അധികാരങ്ങൾ, അതിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്രത്തിന് അധികാരം. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നു. ഇനി ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളുടെ
ഘടകങ്ങളുടെ അധികാരത്തിന് മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കറാണ്. എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അധികാരത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതി ന്യായ വിഭാഗം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അധികാര വേർതിരിക്കൽ ഏതൊക്കെയാണ്? ഒരു ഗവൺമെന്റിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിയമനിർമ്മാണ സഭ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? ഇന്ത്യൻ പാർലമെന്റ് എന്നാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെന്റ്. എന്തിനാണ് പാർലമെന്റിന്റെ കർത്തവ്യം? എന്താണ്? രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. പാർലമെന്റ് എന്താണ്? ഇന്ത്യക്ക് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ അധികാരം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. പാർലമെന്റിൽ എത്ര സഭയാണ്? ദ്വിമണ്ഡല സഭയാണ്. 2 സഭയുണ്ടല്ലേ? ഏതൊക്കെയാണ്? ലോകസഭ, രാജ്യസഭ എന്നീ സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ്? ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഓൾറെഡി പറഞ്ഞതാണ്. ഈ ദ്വിമണ്ഡല സഭ സാധാരണയായിട്ട് വരുന്നത് എങ്ങനെയുള്ള രാജ്യങ്ങളിലാണെന്ന് അറിയാവോ? നല്ല വലിപ്പവും അതേപോലെ തന്നെ വൈവിധ്യവുമുള്ള രാജ്യങ്ങളിലാണ്. അതായത് നമ്മുടെ ഓരോ സംസ്ഥാനം എടുത്ത വൈവിധ്യങ്ങൾ പല തരത്തിലാണ്. ഇപ്പം തമിഴ്നാട്ടിലെ രീതിയല്ല കേരളത്തിൽ. അങ്ങനെ പല വൈവിധ്യമുള്ള സംസ്ഥാനങ്ങളിലും വലിപ്പമുള്ള സംസ്ഥാനങ്ങളിലും എന്താണ്ട് ഈ ദ്വിമണ്ഡല സഭ ഉണ്ടായിരിക്കും. അല്ലാത്തടത്ത് ഒരു സഭയെ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ടായിരിക്കും? ഒരു ദ്വിമണ്ഡല സഭ ഉണ്ടായിരിക്കും. ഇനി സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അപ്പം കേരളത്തിൽ നിയമം നിർമ്മിക്കുന്നവരാണ് കേരള നിയമസഭയാണ്. അപ്പം കേന്ദ്രത്തിൽ നിയമം നിർമ്മിക്കുന്നവരാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ഏതാണ്? പാർലമെന്റ് ആണ്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭ ഏതാണ്? കേരള നിയമസഭയാണ്. ഇനി നമ്മുടെ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പ്രാഥമിക ധർമ്മം എന്താണ്? ഇന്ത്യക്ക് വേണ്ട നിയമം നിർമ്മിക്കുക. ആദ്യത്തെ ധർമ്മം നിയമനിർമ്മാണമാണ്. പിന്നെ നമ്മുടെ പൊതു ഖജനാവിൻ്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നു ആര്? പാർലമെന്റ്. പൊതു ഖജനാവിൻ്റെ സംരക്ഷകൻ ആരാണ്? പാർലമെന്റ് ആണ് പൊതു ഖജനാവിൻ്റെ സംരക്ഷകൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുന്നത് ആരാണ്? പാർലമെന്റിലെ ആളുകളാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുന്നത് പാർലമെന്റിലെ ആളുകളാണ്. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. എക്സിക്യൂട്ടീവിലുള്ള ആളുകൾ എവിടെ നിന്നുള്ളതായിരിക്കും? നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. പിന്നെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? നിയമനിർമ്മാണ സഭയായിരിക്കും. ഇനി ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. അതായത് നമ്മുടെ രാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അങ്ങനെയുള്ളവരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ് പ്രോസസ്സ്. ആ പ്രോസസ്സ് നടക്കുന്ന എവിടെയായിരിക്കും? പാർലമെന്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ആരായിരിക്കും? പാർലമെന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി നടത്തുന്ന ആരായിരിക്കും? പാർലമെന്റ് ആയിരിക്കും. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുന്നതും അംഗീകരിക്കുന്നതും ആരായിരിക്കും? പാർലമെന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ. ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ പാർലമെന്റിന്റെ പ്രധാന ചുമതലകളിൽ പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ലോകസഭ നോക്കാം. ലോകസഭ പാർലമെന്റിന്റെ അധോസഭയാണ് ലോകസഭ. നമ്മൾ പറഞ്ഞതാണ് അധോസഭയാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് ജനങ്ങൾ നേരിട്ട് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഭൂരിപക്ഷ സമ്പ്രദായത്തിലൂടെ, അതായത് ഒരു വോട്ട് കൂടുതൽ കിട്ടുന്നയാൾ ജയിക്കും. ഒരു വോട്ട് കൂടുതൽ കിട്ടിയാൽ അയാൾ ജയിക്കും. അങ്ങനെ ഭൂരിപക്ഷ സമ്പ്രദായത്തിലൂടെ ജനങ്ങൾ നമ്മൾ നേരിട്ട് വോട്ട് ചെയ്താണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിനുള്ള യോഗ്യത എന്താണ്? 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 25 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരർക്ക് എന്താണ്? ഈ ഒരു ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കും. ഓർത്തോണേ, 25 വയസ്സാണ് ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായമേ. കാലാവധി എത്രയാണ്? ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പം അത് മാറി അടുത്ത സഭ വരും. 25 വയസ്സാണ് പ്രായം. 5 വർഷമാണ് കാലാവധി.
പരമാവധി അംഗബലം എത്രയാണെന്ന് ചോദിച്ചാൽ 550 പരമാവധി എത്ര അംഗങ്ങൾ ലോകസഭയിൽ ഉൾപ്പെടാം? 550. നിലവിൽ എത്ര പേരുണ്ട്? 2023 ഇലക്ഷന് ശേഷം എത്ര പേരുണ്ട്? 543 പേരേ ഉള്ളൂ, 7 പേരില്ല. 543 പേരാണ് നിലവിലുള്ളത്. 550 പരമാവധി 550 പേരെ പറ്റും. 543 പേരെ നിലവിലുള്ളൂ. ലോകസഭയുടെ ഭൂരിപക്ഷത്തിലെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. അതായത് ഓരോ പാർട്ടിയല്ലോ മത്സരിക്കുന്നത്. ഇപ്പം BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പ്രധാനപ്പെട്ട 2 പാർട്ടികൾ അതാണല്ലോ. ഇപ്പം കൂടുതൽ ആൾക്കാർ ജയിച്ചത് ഏത് പാർട്ടിയിൽ നിന്നാണ്? BJP എന്നാണ്. അതുകൊണ്ടാണ് BJP ഇപ്പം ഭരിക്കുന്നത്. ഇനി കോൺഗ്രസിനാണെങ്കിൽ ആര് ഭരിക്കും? കോൺഗ്രസ് ഭരിക്കും. ഇനി എപ്പോഴേലും ഈ BJPയുടെയോ ഭരിക്കുന്ന പാർട്ടിയുടെയോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും? വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതാണ് ഇവിടെ പറയുന്നത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ. അത് ഓർത്തിരിക്കുക കേട്ടോ. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ അധികാരമുണ്ട്. ധനപരമായ വിഷയങ്ങളിൽ അധികാരം കൂടുതൽ ആർക്കാണ്? ലോകസഭയ്ക്കാണ്. രാജ്യസഭയേക്കാൾ അധികാരം കൂടുതൽ ആർക്കാണ്? ധനപരമായ കാര്യങ്ങളിൽ ലോകസഭയാണ്. അതുകൊണ്ട് തന്നെ ധനബില്ല് അതേപോലെ അവിശ്വാസ പ്രമേയം ഇത് രണ്ടും ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയം ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലാണ്. ഇനി നമുക്ക് രാജ്യസഭ, ഇനി മറ്റ് കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗമൊക്കെ പഠിക്കാനായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നുള്ളൂ. വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി ചാപ്റ്റേഴ്സ് ബാക്കി ഈ പോർഷനോട് ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്, ക്വിസ്. അപ്പോൾ അതെല്ലാവരും നമ്മുടെ വീക്കെൻഡ് PSC ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.